ആദ്യം ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഈ SFIO അന്വേഷണത്തിലൊന്നും ഒരു കാര്യവുമില്ല, ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. അത് മാത്രമല്ല, അവിടെ ഒരു CPM BJP ഡീലുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കൂടി ഉൾപ്പെട്ട ഒരു കേസായതിനാൽ ഇതിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞെടുത്തതെന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ വളരെ സീരിയസ് ആയ ഒരു ഫ്രോഡാണ് CMRL നടത്തിയിരിക്കുന്നത്. അതിൽ KSIDCയുടെ ഓഹരി പങ്കാളിത്തം ഉള്ളതുകൊണ്ട്, CMRL ഉള്ളതുകൊണ്ട് അത് പൊതുപണം ദുരുപയോഗപ്പെടുത്തി എന്ന രീതിയിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അഴിമതിയുടെ തോതും ഉയർന്നിരിക്കുകയാണ്. 135 കോടിയിൽ നിന്ന് 185 കോടിയുടെ ക്രമക്കേടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര സീരിയസ് അല്ലാത്ത ഒന്നല്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഇത് ഈ പറഞ്ഞ പർവിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതിനകത്ത് നിങ്ങൾ ആ ഇൻഡെക്സ് ഒക്കെ പരിശോധിക്കണം. ആ കേസിലേക്ക് ഞാൻ അടുത്ത ഘട്ടം കിടക്കാം. സത്യം കമ്പ്യൂട്ടേഴ്സ്, സഹാറൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ കണ്ടെത്തൽ എന്താ? 185 കോടി രൂപ അവർ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് സർവൻസ്, ഗവൺമെന്റ് ഫങ്ഷണറീസ്, ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ്, പൊളിറ്റീഷ്യൻസ്, മീഡിയാസ്, ഇവർക്ക് എല്ലാവർക്കും കൂടെ 185 കോടി രൂപ പല കാര്യങ്ങൾ സ്വാധീനിക്കാനായിട്ട് കൊടുത്തുവെന്നാണ്. ഈ സംഭാവന കൊടുക്കുന്നതും സംഭാവന വാങ്ങിക്കുന്നതും തെറ്റാണെന്ന് ഇന്ത്യയിൽ ഒരു നിയമവുമില്ല. ഞങ്ങൾ എല്ലാവരും സംഭാവന വിരിക്കുന്നവരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഭാവന വിരിക്കുന്നതാണ്. സംഭാവന വാങ്ങിക്കുന്നതിനെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല, സംഭാവന കൊടുക്കുന്നതിനെ കേസെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു ഇഷ്യൂ ഉള്ളത്, CMRL കൊടുത്ത ഈ പണത്തിനകത്ത് 13.5% KSIDCക്ക് അതിനകത്ത് ഓഹരിയുണ്ട്. അപ്പോൾ KSIDCയുടെ അനുവാദം ഉണ്ടായിരിക്കണം. ആ സാമ്പത്തിക നഷ്ടം ഗവൺമെന്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. അതാണ് ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ നടപടി എടുക്കാവുന്നത് CMRLനെതിരെ വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം നഷ്ടപ്പെടുത്തിയതിന് അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാം. അത് സംഭാവന കൊടുത്ത് അവർ പല രസീതുകൾ എഴുതി, പല രേഖകൾ കാണിച്ചോ, കള്ള ചെലവുകൾ കാണിച്ചോ ഒക്കെയാണ്, മറ്റു ചെലവുകൾ കാണിച്ചോ ഒക്കെയാണ് അവർ സംഭാവന കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രോഡിനകത്തും വരും. കാര്യം നേരിട്ടുള്ള ചെലവല്ല, മറ്റു ചെലവുകൾ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്കോ നിങ്ങൾക്ക് പത്രമാധ്യമങ്ങൾക്ക് ഒക്കെ സംഭാവന നേരിട്ട് നൽകുന്നു. അപ്പോൾ അത് ഫ്രോഡിനകത്ത് വരും. അപ്പൊ അത് വെച്ച് കേസെടുക്കാൻ പറ്റുന്നത് ഈ കമ്പനിക്കെതിരെയാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, BJPയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, മറ്റു മീഡിയ പേഴ്സൺസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്ക് സംഭാവന കൊടുത്ത പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതായിട്ട് താങ്കൾ അത് വായിച്ചോ എന്നറിയില്ല. ഞാൻ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അതിൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുമുണ്ട്, അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട്. ഇത് രണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസ് അന്വേഷിക്കാൻ SFIOയ്ക്ക് അധികാരമില്ല, അതുകൊണ്ട് ഈ അന്വേഷണം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ. അതിന് പല ഗ്രൗണ്ടുകളും അവർ പറഞ്ഞിരുന്നു. അതിൽ ഓരോ ഗ്രൗണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവിടെ ഞാൻ ചോദിച്ചത്, ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വെറുതെ മുഖ്യമന്ത്രിയെയും മകളെയും കരിവാരി തേക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അങ്ങനെ വരുന്നതാണ്. അത് മുൻപുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഒരു തുടർച്ച എന്ന് മാത്രമേ കരുതാൻ പറ്റുകയുള്ളൂ. അതായത് മുൻപ് പല കേസുകളിലും നടന്നിട്ടുള്ള അന്വേഷണം പോലെ ഉള്ള ഒരു കേന്ദ്ര അന്വേഷണം എന്ന്. പക്ഷെ ഇത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കേന്ദ്രം സമീപിക്കുന്നുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാവുക. കാരണം ഈ അഴിമതിയുടെ തോത് പോലും നേരത്തെ IT വകുപ്പ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ കണ്ടെത്തിയിട്ടുണ്ട് SFIO എന്ന രീതിയിലേക്ക് പോവുകയാണ്. പിന്നെ ഇത് സംഭാവന എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി 1.72 കോടി വാങ്ങിയത് സംഭാവനയൊന്നും അല്ലല്ലോ. അതൊരു സേവനം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. സേവനം നൽകാതെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്മേലാണ് അന്വേഷണവും നടക്കുന്നത്. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞല്ലോ. അത് എഗ്രിമെന്റ് വഴി CMRL മറ്റൊരു 2 രജിസ്റ്റേർഡ് കമ്പനികൾ എഗ്രിമെന്റ് വഴി പണം കൊടുക്കുന്നു. സേവനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അഗ്രീവ്ഡ് പേഴ്സൺസ് ക്യാൻ അപ്രോച്ച് ദ കോർട്ട് എന്നാണ് സിവിൽ ലൈയിൽ പറയുന്നത്. ഞാനിപ്പോൾ മഞ്ചേഷ് നടത്തിയ ഒരു കമ്പനി ഞാനും കൂടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ, എന്റെ എഗ്രിമെന്റ് പ്രകാരം അതിൽ നിന്ന് മഞ്ചേഷ് വയലേറ്റ് ചെയ്താൽ എനിക്ക് കോടതിയെ സമീപിക്കാം. അതാണ് അവിടുത്തെ നിയമം. അല്ല, ആ എഗ്രിമെന്റ് പ്രകാരം ബാങ്ക് വഴി ഞാൻ മഞ്ചേഷിന് പണം തന്നാൽ അത് സീരിയസ് ഫ്രോഡിനകത്ത് വരത്തില്ല. ആ പണം നഷ്ടപ്പെട്ടയാൾക്ക് എനിക്ക് സേവനം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി സമീപിക്കാം. CMRL അല്ല, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഫേവറുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പണം കൊടുത്തിരിക്കുന്നത് എന്ന് ആദ്യ ഘട്ടത്തിൽ നടത്തിയ അന്വേഷണ സമയത്ത് മൊഴി കൊടുത്തത് ഈ CMRLന്റെ പ്രതിനിധികൾ തന്നെയാണ്. അതായത് ഈ വരുന്നത് മുഴുവൻ ഈ 185 കോടിയിൽ 1.72 കോടിയെ എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം
ഈ കമ്പനിക്ക് ഫേവർ കിട്ടുന്നതിന് വേണ്ടി ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുത്തിരിക്കുന്ന തുകകളാണ്. അതും ഉൾപ്പെടുന്നു. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, മറ്റ് സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ CMRL നടത്തിയിരിക്കുന്ന ഒരു വലിയ ഫ്രോഡാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ അവരുടെ ചെലവിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഈ മാലിന്യം സംസ്കരിക്കുന്ന കാര്യത്തിൽ പോലും ഇത് വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള വിവിധ ഹെഡുകളിലേക്ക് ഈ തുക ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവരുടെ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു എന്നും പറയുകയാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിന് ഇപ്പോൾ ഒരു ധാരണ ഉണ്ടായി. CMRL എന്ന കമ്പനി അവർക്ക് ഫേവർ കിട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കും ഒക്കെ പണം നൽകിയിട്ടുണ്ട്. അത് സംഭാവനയോ ഈ നൽകാത്ത സേവനത്തിനുള്ള തുകയോ എന്നൊക്കെ പറയാമെങ്കിലും ഇത് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. പിന്നെയുള്ളത് കേന്ദ്ര അന്വേഷണമാണ്. കേന്ദ്രം നല്ല രീതിയിൽ അന്വേഷിച്ചാൽ അവർക്ക് കൊള്ളാം. കാരണം ഒരു നല്ല ഇമേജ് കിട്ടും ഇക്കാര്യത്തിൽ. ആ കമ്പനിയുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവരാം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഒരു പൊതുധാരണ. പക്ഷെ ഇപ്പോൾ SFIO അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കേന്ദ്രം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ കേസിലെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം. ഇത് കേന്ദ്രം കൊടുത്ത റിപ്പോർട്ടല്ലേ, അല്ലാതെ കേന്ദ്രം കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് ആണ്. ഹൈക്കോടതിയിൽ നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ എപ്പോഴും അതിനോട് അഫിഡവിറ്റ് ഉണ്ടാവും. അതിന് കൗണ്ടർ അഫിഡവിറ്റ് കേന്ദ്രം കൊടുത്ത് തീർച്ചയായിട്ടും അനുകൂലമായിട്ട് കൊടുക്കൂ. CMRL കൊടുത്തതിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ വീണ വിജയൻ കൊടുത്ത കേസിന് അനുകൂലമായിട്ടോ കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിച്ചു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പണം കൊടുത്തു എന്നാണ്. അപ്പൊ പണം കൊടുത്തു, അത് ഫ്രോഡാണ്, യാതൊരു തർക്കവുമില്ല. മറ്റ് ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തു. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന കൊടുക്കുന്ന CMRL മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും കോടാനുകോടി രൂപ മസാല ബോണ്ട് വഴി കൊടുത്ത ഈ അടുത്ത സമയത്ത് പുറത്തു വന്നില്ലേ. അതുകൊണ്ട് സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഫ്രോഡ് വഴിയാണ് കൊടുത്തെങ്കിലും CMRLനെതിരെ SFIO അന്വേഷണം നിൽക്കും. ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസിനെതിരെയോ പാർട്ടിക്കാർക്കെതിരെയോ നിങ്ങളുടെ മീഡിയ പേഴ്സൺസിനെതിരെയോ യാതൊരു വിധമായി നിൽക്കില്ല. കാര്യം അവർ സംഭാവനയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം. വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടുത്തെ അബ്കാരി കോൺട്രാക്ടർമാർ എക്സാലോജിക്കിനെതിരെ താങ്കൾ പറഞ്ഞതുപോലെ ഈ സേവനം കൈപ്പറ്റിയ കമ്പനിക്ക് പരാതിയില്ല. അതായത് CMRLന് പരാതിയില്ലാത്തത് കൊണ്ട് നിൽക്കില്ല എന്നാണല്ലോ വാദം. നിൽക്കത്തില്ല. CMRLന് പരാതിയില്ല. CMRL പരാതി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മഞ്ചേഷിയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ആണ്. കള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ശരിയാ. ബാങ്ക് വഴി മഞ്ചേഷിന്റെ ഒരു രജിസ്റ്റേർഡ് ഫേമാണ് ഇത്. എക്സാലോജിക് ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. ആ രജിസ്റ്റേർഡ് കമ്പനിയിലേക്ക് പണം ബാങ്ക് വഴി ഒരു എഗ്രിമെന്റ് പുറത്ത് കൊടുക്കുന്നു. സിവിൽ കേസിന്റെ എഗ്രിമെന്റ് എന്താ പറയുന്നത്? എഗ്രിമെന്റിന് വയലേഷൻ വന്നു കഴിഞ്ഞാൽ ആരാണോ വയലേറ്റ് ചെയ്യുന്നത് അയാൾക്കെതിരെ സിവിൽ കേസിന് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം, ആ പണം ഈടാക്കാൻ കേസ് കൊടുക്കാം. അതാണ് നടപടി. അതിനകത്ത് അത് സീരിയസ് ഫ്രോഡിലൊന്നും വരുന്നതല്ല. നേരിട്ട് എഗ്രിമെന്റ് വഴി അല്ലാതെ കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. ഒരുപാട് ചർച്ച ചെയ്തതാണ്. ശ്രീ ഷോൺ ജോർജ്